ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് ദ ഹ്യൂമൻ സെൻറ്റിപീഡ് എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഈ മൂവിയുടെ പാർട്ട് 1 നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ആ കഥയും രംഗങ്ങളുമെല്ലാം ആരോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കുള്ളതല്ല. വയലൻസ് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രീകരിച്ച മൂവി കൂടിയാണിത്. കഥ തുടങ്ങുന്നത് മാർട്ടിൻ തന്റെ ലാപ്ടോപ്പിൽ ഹ്യൂമൻ സെൻറ്റിപീഡ് എന്ന മൂവി കണ്ടുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. കാണാൻ ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന തടിച്ച ഒരാളാണ് മാർട്ടിൻ. ഇയാൾക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ഒരു റൂമിനകത്തിരുന്ന് ഒരു തവണ കണ്ട മൂവി തന്നെ കണ്ടുകൊണ്ടിരിക്കും. പെട്ടെന്ന് അയാളുടെ CCTV ക്യാമറയിൽ പാർക്കിങ്ങിന്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കുന്നു. അയാൾ കുറച്ച് നിരീക്ഷിച്ചപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി അത് കപ്പിൾസായ 2 പേർ വഴക്ക് കൂടുന്നതാണെന്ന്. മാർട്ടിൻ ഒരു കമ്പിപ്പാരയും ഒരു ഗണ്ണും കൊണ്ട് അവർക്കടുത്തേക്ക് പോകുന്നു. അയാൾ ആ ഗൺ ഉപയോഗിച്ച് അവരുടെ കാൽപാദങ്ങളിൽ ഷൂട്ട് ചെയ്യുകയും ആ കമ്പിപ്പാര ഉപയോഗിച്ച് തലക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു. ശേഷം അവരെ 2 പേരെയും അയാൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഗോഡൌണിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അയാളെ മാർട്ടിൻ ഷൂട്ട് ചെയ്ത് സെൻറ്റിപീഡ് മൂവി കാണുന്നു. ഈ സമയം അയാൾക്ക് ഹ്യൂമൻ സെൻറ്റിപീഡ് എന്ന മൂവിയിൽ അഭിനയിച്ചവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാഗസിൻ കിട്ടുന്നു. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹ്യൂമൻ സെൻറ്റിപീഡ് മൂവിയിലെ അവസാനം വരെ ജീവനുണ്ടായിരുന്ന ലിൻസ എന്ന പെൺകുട്ടിയായിരുന്നു. മാർട്ടിൻ അവളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെ കാൽ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഉറങ്ങിക്കിടക്കുന്ന മാർട്ടിനെ വിളിച്ചുണർത്താനായി നിൽക്കുന്ന അവന്റെ അമ്മയെയാണ്. അവർ മാർട്ടിനോടായി നിന്റെ ഡോക്ടർ നിന്നെ കാണാനായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട് മാർട്ടിൻ എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് താൻ വളർത്താനായി ഇട്ടിരിക്കുന്ന പഴുതാരയ്ക്ക് ഫുഡ് കൊടുത്ത ശേഷം ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയം മാർട്ടിന്റെ അമ്മ ഡോക്ടറോടായി 12 പേരെ വെച്ചുള്ള ഒരു ഹ്യൂമൻ സെൻറ്റിപീഡിനെ നിർമ്മിക്കുന്ന മാർട്ടിന്റെ ഐഡിയയെക്കുറിച്ച് പറഞ്ഞു. ശേഷം അത് എന്താണ് എന്നും ചോദിക്കുന്നു. ഡോക്ടർ അതൊന്നും കാര്യമാക്കുന്നില്ല. കുട്ടിക്കാലം മുതൽ തന്നെ അയാളുടെ അച്ഛനെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു മാർട്ടിൻ. ഡോക്ടർ കുറച്ച് ടാബ്ലറ്റ്സ് കൊടുത്ത ശേഷം അവിടെ നിന്നും പോകുന്നു. ഈ മാർട്ടിൻ ആണെങ്കിൽ ഡോക്ടറെ തീരെ ഇഷ്ടമല്ല. അടുത്തത് കാണിക്കുന്നത് മാർട്ടിനും അവൻ്റെ അമ്മയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇതിനിടയിൽ അവർ താമസിക്കുന്നതിന് തൊട്ടുമുകളിൽ താമസിക്കുന്നവർ ഉച്ചത്തിൽ മ്യൂസിക് വയ്ക്കുന്നു. ഇത് കേൾക്കുന്ന മാർട്ടിൻ്റെ അമ്മ ഒരു വടി കൊണ്ട് മുകളിൽ തട്ടി ശബ്ദം കുറയ്ക്കാൻ പറയുന്നു. അത് കേട്ട് മുകളിലുണ്ടായിരുന്ന ആൾ താഴേക്ക് ഇറങ്ങി വന്ന് മാർട്ടിനെ ഉപദ്രവിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം മാർട്ടിൻ ഒരുപാട് തവണ ഹ്യൂമൻ സെൻറ്റിപീഡ് കണ്ടു. അതിലെ കഥാപാത്രമായ പ്രൊഫസർ ജോസഫിനെ പോലെയാകാൻ ശ്രമിച്ചു. അയാൾ ധരിച്ചിരിക്കുന്നത് പോലുള്ള ഒരു കോട്ട് മാർട്ടിനും ധരിച്ചു. ശേഷം പ്രൊഫസർ ജോസഫ് എങ്ങനെയാണോ സർജറിയെ പറ്റി വിശദീകരിച്ചത് അതെല്ലാം മാർട്ടിൻ ഒരു ബുക്കിൽ വരച്ചു വെച്ചു. പിന്നീട് ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് തന്നെ മാർട്ടിൻ ഒരുപാട് ദമ്പതികളെ കിഡ്നാപ്പ് ചെയ്തു. അതിലൊരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നീട് മാർട്ടിൻ 2 പെൺകുട്ടികളെ കൂടി കിഡ്നാപ്പ് ചെയ്തു. അവസാനം എല്ലാവരെയും കൂടി ഒരു ഗോഡൌണിലാക്കിയ ശേഷം നഗ്നരാക്കുന്നു. ശേഷം അയാൾ അടുത്ത ഇരയെ തപ്പി ഇറങ്ങി. മാർട്ടിൻ്റെ പ്രവൃത്തികളിൽ എന്തോ പന്തികേട് തോന്നിയ അവൻ്റെ അമ്മ ഒരു കത്തി കൊണ്ട് അവനെ കുത്തുന്നു. പിന്നീട് അവർ കുത്തിയത് മാർട്ടിനെ അല്ല ബെഡിൽ തന്നെയാണെന്ന് അറിയുന്നു. ഇത് കണ്ടുനിന്ന മാർട്ടിൻ അവരെ എന്തോ പോലെ നോക്കുന്നു. മാർട്ടിൻ്റെ അമ്മയ്ക്ക് അവൻ്റെ ബെഡിനടിയിൽ നിന്നും അവൻ ഉണ്ടാക്കാൻ പോകുന്ന ഹ്യൂമൻ സെൻറ്റിപീഡിനെ കുറിച്ചുള്ള ഒരു ബുക്ക് കിട്ടുന്നു. അത് വായിച്ച ശേഷം അതെല്ലാം അവർ കീറിക്കളയുന്നു. ഇത് കണ്ട് ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന മാർട്ടിൻ ഒരുപാട് കരയുന്നു. കടുത്ത മാനസിക വിഭ്രാന്തിയിലായ അവൻ താൻ വളർത്തുന്ന പഴുതാരയുടെ അടുത്തേക്ക് പോകുന്നു. അത് മാർട്ടിന്റെ അമ്മ തടഞ്ഞതോടെ മാർട്ടിൻ ആ പഴുതാരയെ അവന്റെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു. ശേഷം ഒരു കമ്പിപ്പാര കൊണ്ട് അവരുടെ തലക്കടിച്ച് കൊന്നെടുത്ത് കസേരയിലിരുത്തിയിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇതേ സമയത്ത് വീടിന് മുകളിൽ ഉച്ചത്തിൽ മ്യൂസിക് കേൾക്കുന്നു. മാർട്ടിൻ ഒരു കമ്പെടുത്ത് മുകളിൽ കുത്തുന്നു. ഇത് കേട്ട് മുകളിൽ നിന്നും അയാൾ താഴെ വന്നു. അവനെ മാർട്ടിൻ കാലിൽ ഷൂട്ട് ചെയ്ത് ബോധം കെടുത്തുന്നു. ശേഷം വീട്ടിലുണ്ടായിരുന്ന ഫണൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരു പെട്ടിക്കകത്തേക്ക് മാറ്റി. വീണ്ടും മാർട്ടിൻ ഹ്യൂമൻ സെൻറ്റിപീഡ് മൂവി കണ്ട് സന്തോഷിക്കുന്നു. അപ്പോഴാണ് തൻ്റെ ഡോക്ടർ പാർക്കിംഗ് സ്ഥലത്ത് ഒരു പെണ്ണിനോടൊപ്പം കാറിനകത്തിരിക്കുന്നത് മാർട്ടിൻ കാണുന്നത്. അവൻ നേരെ അവിടേക്ക് ചെന്ന് ഗണ്ണെടുത്തപ്പോൾ തന്നെ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ഓടാൻ ശ്രമിച്ചു. എന്നാൽ മാർട്ടിൻ അവളുടെ കാലിൽ ഷൂട്ട് ചെയ്തു. ആ കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവറിനെയും മാർട്ടിൻ ഷൂട്ട് ചെയ്തു. ഡോക്ടറോട് ദേഷ്യമുണ്ടായിരുന്ന മാർട്ടിൻ അയാളെ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അപ്പോഴാണ് ഹ്യൂമൻ സെൻറ്റിപീഡിലെ നായികയായ ലിൻസെ മാർട്ടിനെ കാണുന്നതിനായുള്ള താല്പര്യം അറിയിക്കുന്ന കാൾ വരുന്നത്. ഇത് കേട്ട് സന്തോഷിച്ച് മാർട്ടിൻ തൻ്റെ വാനുമായി എയർപോർട്ടിലേക്ക് പോയി അവളെ പിക്ക് ചെയ്തു. ആൾറെഡി ആ വാനിന് പിറകിൽ മാർട്ടിൻ്റെ വീടിന് മുകളിൽ താമസിച്ചിരുന്ന വ്യക്തിയും ആ ഡോക്ടറുടെ ഡ്രൈവറും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയും അബോധാവസ്ഥയിലുണ്ടായിരുന്നു. ലിൻസയ്ക്ക് മാർട്ടിൻ്റെ പ്ലാൻ അറിയില്ലല്ലോ. മാർട്ടിൻ എല്ലാവരെയും ആ ഗോഡൌണിലേക്ക് കൊണ്ടുവന്നു. ഇരുട്ടിൽ നിന്നിരുന്ന ലിൻസയെ മാർട്ടിൻ തലക്കടിച്ച് ബോധം കെടുത്തി.
ശേഷം അയാളുടെ പെട്ടി തുറന്ന് ഓരോരോ ടൂൾസ് എടുത്ത് തറയിൽ നിരത്തി. മാർട്ടിനെ കൂടാതെ തന്നെ 12 പേരുണ്ടായിരുന്നു. പ്രൊഫസർ ജോസഫ് ഉണ്ടാക്കിയ ഹ്യൂമൻ സെന്റിപീഡിന്റെ മോഡൽ പോലെ മറ്റൊന്ന്, അതായിരുന്നു മാർട്ടിന്റെ ലക്ഷ്യം. മുൻപ് സർജറി ഒന്നും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ മാർട്ടിൻ ഓരോരുത്തരിലായി അനസ്തേഷ്യ പോലും കൊടുക്കാതെ കാൽമുട്ടുകൾ മുറിച്ചെടുത്തു. ശേഷം പല്ലുകൾ തട്ടിയിളക്കി. ഓരോരുത്തരെയും ഒന്നിനു പിറകിൽ ഒന്നൊന്നായി ബന്ധിപ്പിച്ച് സ്റ്റാപ്ലെയർ അടിച്ചു വെച്ചു. അങ്ങനെ 11 പേരെയും നിരത്തി നിർത്തി. ഏറ്റവും ആദ്യത്തെ ആൾ ലിൻസി ആയിരുന്നു. അവൾ ആഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ മാർട്ടിൻ ആ ഫുഡെല്ലാം ഫണലിലൂടെയാണ് നൽകിയിരുന്നത്. ഇതിനിടയിൽ മാർട്ടിന് ഒരു കാൽ വന്നു. അത് തടസ്സപ്പെടുത്തി നിലവിളിച്ച ലിൻസയുടെ നാക്കുകൾ മാർട്ടിൻ കട്ട് ചെയ്തെടുക്കുന്നു. അവളുടെ വായിൽ നിന്നും ഒരുപാട് രക്തം പോകുന്നു. ഇതിനിടയിൽ ആ പ്രഗ്നന്റ് ആയ യുവതി രക്ഷപ്പെടാനായി ശ്രമിച്ചു. മാർട്ടിൻ അവളുടെ പുറകെ ഓടുന്നു. ഇതിനിടയിൽ മാർട്ടിൻ ഉണ്ടാക്കി വെച്ച ആ ഹ്യൂമൻ സെന്റിപീഡ് പകുതി വെച്ച് മുറിഞ്ഞു പോകുന്നു. ഇതിൽ ദേഷ്യം തോന്നിയ മാർട്ടിൻ എല്ലാവരെയും ഷൂട്ട് ചെയ്തും കട്ട് ചെയ്തുമെല്ലാം കൊല്ലുന്നു. ശേഷം ആ ഫണലെടുത്ത് മാർട്ടിന്റെ ബാക്ക് സൈഡിൽ കുത്തിക്കയറ്റുന്നു. ശേഷം മാർട്ടിൻ വളർത്തുന്ന പഴുതാരയെ അതിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. വേദന കൊണ്ട് ഒരുപാട് പുളയുന്ന മാർട്ടിൻ ആ ഗ്രൗണ്ടിൽ വീഴുന്നു. അടുത്ത സീനിൽ പിന്നെ ഹ്യൂമൻ സെന്റിപീഡ് എന്ന മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന മാർട്ടിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.